പിന്നെ ഞാനുള്ളത് അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു ആണ്. ചില ഔലിയാക്കന്മാർ അവരെ ആക്ഷേപിക്കുന്നത് ഇഷ്ടപ്പെടുന്നതാണ്, എന്നാൽ ചിലർ അവരെ ആക്ഷേപിക്കുന്നത് ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് തുടർച്ചക്കാരുള്ള ഔലിയാക്കൾ അവരെ ആക്ഷേപിക്കുന്നത് ഇഷ്ടപ്പെടില്ല. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു സയ്യിദുന അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു എല്ലാ വക്തിനും പള്ളിക്ക് വരാറുണ്ടായിരുന്നില്ല എന്നൊരാക്ഷേപം ഉണ്ടായി. വക്ത് മുഴുവൻ പള്ളിക്ക് വരലില്ല എന്ന് മൂപ്പരെ കുറിച്ചിട്ടൊരു ആക്ഷേപം. അങ്ങനെ ഒരു ദിവസം ഒരാളത് ചോദിക്കാൻ വേണ്ടി ചെന്നു. പള്ളിയിലത്തെ ഉസ്താദാണ്, നല്ല അഭിപ്രായമുള്ള ആൾ തന്നെ കേട്ടോ, അഭിപ്രായം മോശമുള്ള ആളൊന്നല്ല, പള്ളിയിലെ മൗലിയരാണ്. അഹ്മദ് അൽ ബദവിയെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ള ആൾ തന്നെയാണ്. അതേസമയത്ത് എല്ലാ വക്തിനും ജമാഅത്തിനും വരുന്നില്ല, അപ്പം അതെന്തേക്കാരം എന്ന ഒരു സംശയവുമായിട്ട് ഇങ്ങനെ അഹ്മദ് അൽ ബദവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഉസ്താദിനെ കണ്ടേക്കിന് അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു ഉസ്താദ് ചോദിച്ചു, അല്ല അപ്പം നിങ്ങൾ ഇവിടുന്ന് എല്ലാ വക്തിനൊന്നും ഇപ്പോൾ ജമാഅത്തിന് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തീരുന്നതിൻ്റെ മുമ്പ് ഒരു ചവിട്ടാണ് കൊടുത്തു. അപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു ചവിട്ട് കിട്ടിയപ്പോൾ മൂപ്പരാകെ ഒന്നാണ് ബേജാറായി. അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോൾ ഒരു അടി കിട്ടിയാൽ എത്ര കരാട്ട പഠിച്ചിട്ടും കാര്യമില്ല, തടുക്കാൻ കഴിയൂല. അങ്ങനെയാണ്. ഞാൻ കൊളർത്തില്ല എന്ന് പറയും എന്ന മാതിരിക്കാരൻ. ഈ കരാട്ട പഠിച്ചാലും ഉപകാരം ഇങ്ങനെ അതാ വരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരികയാണെങ്കിൽ തടുക്കാനേ പറ്റുള്ളൂ, കൊളർക്കാതെ വെക്കും. അപ്പോൾ കൊളർക്കാതെ ഒരു ചവിട്ട് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ പെട്ടെന്നൊരു ബേജാറ്, എന്തപ്പോൾ പഠിച്ചോനെ, കണ്ണൊക്കെ ഒന്നിങ്ങനെ ചിമ്പിങ്ങാണ്ട് പിന്നെ കണ്ണിങ്ങനെ മീച്ചു നോക്കുമ്പോൾ മൂപ്പരൊരു പുഴക്കരമ എത്തിയിട്ടുണ്ട്. ആദ്യം നിന്നോടത്തല്ല, വേറെ ഇവിടെ ഒരു പുഴക്കരമയാണ്. ഒരു മനുഷ്യനെയും കാണാനുമില്ല, ബേജാറായി. നേരാണെങ്കിൽ ഇരുട്ടാകുന്നുണ്ട്, സൂര്യൻ അസ്തമിക്കാനാകുന്നുണ്ട്, എങ്ങോട്ടാ പോകുക എന്നൊരു പിടുത്തം കിട്ടണില്ല. അങ്ങനെ നേരെ അങ്ങനെ ഇരുട്ടാകാനായപ്പോൾ അവിടെ ഒരാൾ വന്നു, ഒരു മനുഷ്യൻ. അയാളിങ്ങനെ പുഴയിലിറങ്ങി കയ്യും കാലൊക്കെ തേച്ചേക്കി ഒതുണ്ടാക്കണ കണ്ടപ്പോൾ അയാളെടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാൻ ചെറിയൊരു പെടൽ വിട്ടിട്ടുണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ഞാൻ അഹ്മദ് അൽ ബദവിനോട് എല്ലാ വക്തിനും ജമാഅത്തിന് വരലില്ലാതെ അതിപ്പോൾ എന്തേന്ന് ചോദിക്കാൻ വേണ്ടി ചെന്നതാണ്. ഒരു ചവിട്ടിട്ടി പിന്നെ നോക്കുമ്പോൾ അത് എവിടെയെന്നൊരു പിടുത്തം കിട്ടണില്ല പറഞ്ഞു. അതിൽ മൂപ്പര് പറഞ്ഞു, അതാ പ്രശ്നം, അതിനൊരു വഴിയുണ്ട് പറഞ്ഞു. അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരാളെ കണ്ടു. അപ്പോൾ അയാളോട് പറഞ്ഞു, ഞാൻ ആകെ പെട്ടു പറഞ്ഞു, ഞാൻ അങ്ങനെ ചോദിക്കാൻ വേണ്ടി ചെന്നതാണ്, അപ്പോൾ ഒരു തട്ടിട്ടി, ഇപ്പം എവിടെയെന്നൊരു ഐഡിയ ഇല്ല പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു, അതിനൊരു പണിയുണ്ട് പറഞ്ഞു. അതിന് നിങ്ങൾ ഈ പുഴയിൽ നിന്ന് നല്ലോണം കയ്യും കാലമൊക്കെ തേച്ച് കഴിഞ്ഞാണ്ട് ഒതുണ്ടാക്കിയിട്ട് ഇവിടെ നിന്നോളി. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വരും അരുവിസ്കരിക്കാൻ. അപ്പോൾ ആ കൂട്ടത്തിൽ ഓലപ്പം ഇവിടെ നിന്നാണ്ട് മുന്നത്തെ സഫിൽ നിൽക്കുക. അങ്ങനെ ബാങ്ക് ഇഖാമത്തൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരത്തിനൊക്കെ കൂടി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയേക്കിന് വേഗം നീച്ചിട്ട് ഇമാം നിൽക്കുന്ന ആളോട് പോയിങ്ങാണ്ട് ഈ വിവരം പറഞ്ഞാൽ മതി, അപ്പോൾ ഒരു പരിഹാരം ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാരിങ്ങനെ ഓരോരുത്തർ വരാൻ തുടങ്ങി. ഒതുണ്ടാക്കി ഇങ്ങനെ സഫായിട്ട് നിന്നു. ബാങ്ക് ഇഖാമത്തും കടന്ന് ഇമാമുക്കാൻ വന്നത് അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു ആണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ വരന്നിട്ട് ചെന്നുങ്ങാണ്ട് പറഞ്ഞു, എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിയതാണ്, നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തൊരു ചവിട്ടും കൂടി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പഴയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഞാൻ അതെന്തിനാ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ നല്ല ആളാണെന്ന് പറയാൻ ഒരു തെളിവും വേണ്ട, അതേസമയത്ത് ഒരാൾ മോശക്കാരനാണെന്ന് പറയാൻ ചില്ലറ തെളിവ് മതിയാവില്ല. ഒരു മനുഷ്യൻ നല്ല ആളാണെന്ന് പറയാൻ ഒരു തെളിവും വേണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരെ പറ്റും നല്ലതെന്നേ പറയാവൂ. മനുഷ്യൻ അടിസ്ഥാനപരമായി മുഅ്മിനാണ്, മുഅ്മിൻ അടിസ്ഥാനപരമായി സ്വാലിഹാണ്. എല്ലാ മുഅ്മിനീങ്ങളും അടിസ്ഥാനപരമായി സ്വാലിഹാണ്. അതുകൊണ്ടൊരു മനുഷ്യൻ സ്വാലിഹാണ് എന്ന് വിലയിരുത്താൻ ഒരു തെളിവും ആവശ്യമില്ല. അതേസമയത്ത് അയാൾ സ്വാലിഹല്ല എന്ന് പറയാൻ ചെറിയ തെളിവൊന്നും മതിയാവില്ല. അതിന് വലിയ തെളിവുകളുടെ കൂമ്പാരുണ്ടായാലും പറയുമ്പോൾ ഒന്ന് ഭയപ്പെടേണ്ടി വരും തന്നെ. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പഠിപ്പിക്കുന്ന സന്ദേശം അതാണ്. ജീവിതത്തിൽ ഒന്നിനെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. മൃഗങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ജീവിതത്തിൽ ഒരു വസ്തുവിനെയും ഒരാളെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. പിരാന്തനെ പിരാന്ത എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവൻ ഓൻ്റെ നന്മ തിന്മ എഴുതിയ കിതാബും കെട്ടേറ്റ് ഹിസാബിന് വരിക്കുമ്പോൾ പിരാന്തൻ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലാണ് പോകും. മനസ്സിലായില്ല? മനുഷ്യന്മാരെ പിരാന്തൻ അനുഭവിക്കുന്ന രണ്ട് സുഖമുണ്ട്. ഇന്നിപ്പോൾ പിരാന്തന്മാരെ പറ്റിയിട്ട് വയലറിയാന്നാണ് തോന്നണേ. ഞാനിങ്ങനെ ഈ തെക്ക് ഭാഗത്തൊരു പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ പണ്ടൊക്കെ ഔത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമുക്ക് പുറത്ത് കൊടുന്നേരും, എന്നിട്ട് നമുക്ക് തിന്നും, അങ്ങനെയല്ലോ.
ഇപ്പോൾ പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് വാങ്ങിയാണ്ട് നമ്മൾ അകത്ത് പോയിരുന്നു കഴിക്കുകയാണ്. അങ്ങനെയാണ് പുതിയ പരിപാടി. അങ്ങനെയാണ്. അപ്പോൾ തെക്കുന്ന് ഇങ്ങനെ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. അപ്പം അങ്ങനെ എന്തോ ചായയും എന്തോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പിരാന്തം വന്നിട്ട് ക്യാഷിലിരിക്കുന്ന ആളങ്ങനെ കുറേ നേരം നോക്കി ഇങ്ങനെ നിന്നു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി എന്തേലും തിന്നാൻ കിട്ടാനാണ് വന്നതെന്ന് മനസ്സിലായി. ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം, അതിൽ തന്നെ കറിയൊക്കെ ഒഴിച്ചിട്ട് കൂട്ടാനൊക്കെ വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഈ കാഷ്യർ, അത് മുതലാളിയാണെന്ന് എനിക്ക് തോന്നുന്നത്, മുതലാളി കൊണ്ടേ കൊടുത്തു. അപ്പോൾ ആ പിരാന്തൻ അതേറ്റ് പോയിട്ട് ഒരു മതിലിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് അത് മുഴുവൻ തിന്ന് ആ പാത്രം ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് അതേറ്റ് ഇങ്ങനെ നടന്നു. അപ്പം ഞാൻ ഇതിങ്ങനെ നോക്കി, എന്താ ഇപ്പോൾ ഇയാളീ കാട്ടണേ? എനിക്ക് ഈ പിരാന്തന്മാരെ നോക്കണ പണിയുണ്ട്, അല്ല അതുകൊണ്ടുള്ള ഇപ്പോൾ ഈ നടക്കണേ, ഈ വായത നടക്കണേ. അപ്പം അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ഇതിങ്ങനെ ഇയാളിപ്പോൾ എന്താ ഈ കാട്ടണേന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടന്നു. കുറേ നേരം ഇങ്ങനെ നടന്നിട്ട് അവസാനം ഒരു മരത്തിൻ്റെ ചോട്ടിൽ വലിയൊരു വേസ്റ്റിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്, അതിൽ കൊണ്ടുപോയിട്ടു. ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞ ചങ്ങായി തിന്നോടത്തുനിന്ന് പാത്രം എടുക്കാതെ നീച്ചു പോയിട്ടുണ്ട്. ആർക്കാ ശരിക്കും പിരാന്ത്? അയാൾക്കാ ഞമ്മക്കാ ഒറിജിനലായിട്ട് പിരാന്തുള്ള? ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഈ പിരാന്തിന് കുറേ മക്കാമുണ്ട്. അതായത് എപ്പോഴും പിരാന്ത്, അങ്ങനെ ഒന്നുണ്ട്. എപ്പോഴും പിരാന്ത്, അങ്ങനെ ചില ആൾക്കാരുണ്ട്. ചില സമയത്ത് മാത്രം പിരാന്തുള്ളവരുണ്ട്, എപ്പോഴും ഉണ്ടാവില്ല, അങ്ങനെയുള്ളവരുണ്ട്. ചില വിഷയത്തിൽ മാത്രം പിരാന്തുള്ളവരുണ്ട്, എല്ലാ വിഷയത്തിലും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ട്. ചില വിഷയത്തിൽ ചിലപ്പോൾ പിരാന്തുണ്ട്, അതിൽ തന്നെ എപ്പോഴും പിരാന്തില്ല, അങ്ങനത്തെവരുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഒരു മനുഷ്യനെയും നമ്മുടെ മാനദണ്ഡങ്ങളെ കൊണ്ട് മാർക്കിടരുത്. നമുക്ക് ചില മാനദണ്ഡം ഉണ്ടാവും, വെച്ചിട്ട് മാർക്കിടാൻ പറ്റില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മാർക്കിടേണ്ടത് 8ാം ക്ലാസ്സിൻ്റെ മാനദണ്ഡം വെച്ചാണ്, അല്ലാതെ ഡിഗ്രിയുടെ മാനദണ്ഡം വെച്ചല്ല. പേപ്പർ നോക്കണ ആൾ ഡിഗ്രിക്കാരനായിട്ട് അയാളെ മാനദണ്ഡത്തിൽ മാർക്കിടാൻ പറ്റുമോ? പറ്റൂല. പിന്നെയോ 8ാം ക്ലാസ് കുട്ടിക്ക് 8ാം ക്ലാസ്സിൻ്റെ മാനദണ്ഡത്തിലേ മാർക്കിടാവും. ഇവിടെ എന്താ നടക്കണ വെച്ചാൽ നമ്മളെ മാനദണ്ഡത്തിൽ വേറുള്ളവർക്ക് മാർക്കിടാണ്. അങ്ങനെ പോകുമ്പോൾ എല്ലാവരും നരകത്തേക്കുള്ളവരെ കാരണം സ്വർഗത്തേക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും നരകത്തേക്ക് പോകാനുള്ള കാരണം നമ്മളെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവും. ഓരോരുത്തരും ഇങ്ങനെ എടുത്ത് ആലോചിച്ചാൽ മതി. കുഞ്ഞായ്മേനെ എടുത്ത് നോക്കിയാൽ കുഞ്ഞായ്മ എന്തായാലും നരകത്തിലാവും, ഉമ്മാനെ ചീത്തറിഞ്ഞു പോകണം. പിന്നെ അബ്ദുറഹ്മാൻ എടുത്ത് നോക്കിയാൽ അബ്ദുറഹ്മാൻ്റെ കഥ എടുക്കാമല്ലോ, അറബിനെ പറ്റിച്ച് ചാടിയതാണ്. ഇങ്ങനെ എല്ലാവരും നരകത്തിലേക്ക് കാരണം സ്വർഗത്തിലാകെ നമ്മൾ മാത്രമാണ് ഉണ്ടാവുക. ഇങ്ങനെ നമ്മളെന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ മാനദണ്ഡത്തിൽ മറ്റൊരാൾക്ക് മാർക്ക് കിട്ടും. നമ്മളിങ്ങനെ പള്ളിക്ക് നിസ്കരിക്കുകയാണ്, ദൂരം നിസ്കാരം. അപ്പോൾ പള്ളിൻ്റെ അടുത്ത് കൂടെ ഒരാൾ ഇങ്ങനെയാണ് നടന്നു പോയി എന്ന് വിചാരിക്കുക. പള്ളിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ ഒരാൾ നടന്നുപോയി. എന്നാൽ ശരിയായ ഒരാൾ വിചാരിക്കേണ്ടത് ആൾക്ക് കക്കൂസ്കോ മുട്ടിയിട്ടേക്കാരം എന്നാണ്. ഇതാണ് മറ്റുള്ളവരെ കുറിച്ച് നല്ല വിചാരം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത്യാവശ്യമായിട്ട് കക്കൂസ്കോ ഉണ്ടാവും, അതുകൊണ്ട് പോയതേക്കാരം എന്നാണ്. അതേ നേരത്ത് പിറ്റേന്നും ദൂരം നിസ്കാരം നടക്കുമ്പോൾ അയാൾ പോകുന്നുണ്ട്. ഇന്നെന്താ വിചാരിക്കേണ്ടത്? ഇന്നലെ മുട്ടിയ സമയത്ത് ഇന്നും മുട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നാണ്. ഇങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ പറ്റി നല്ല വിചാരം ഉണ്ടാകുക. മറ്റേത് എല്ലാവരും നരകത്തിലേക്കാരം, നമ്മൾ മാത്രമേ സ്വർഗത്തിലുണ്ടാവുള്ളൂ. അതിനിപ്പോൾ ഇത്ര വലിയ സ്വർഗം ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും പോകാനുള്ള സ്വർഗം വലുതാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ വളരെ കുടുസായി ചിന്തിക്കരുത്. എന്താ പറയാൻ കാരണം എന്താ നിങ്ങൾ? പിരാന്തനെ പിരാന്ത എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആള് ഓൻ്റെ ഹിസാബിനുള്ള കിതാബും കെട്ടേറ്റ് വെയിലത്ത് വരിക്കുമ്പോൾ പിരാന്തൻ ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും. ജീവിതത്തിൽ ഒരുപാട് പിരാന്തന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഒരു പിരാന്തനെ കണ്ടപ്പോൾ പടച്ചോനെ ഹിസാബില്ലാതെ സ്വർഗത്ത് പോകണ ഒരു മനുഷ്യനാണല്ലോ ആ പോണതെന്ന് നമുക്ക് തോന്നിയില്ല എന്നുള്ളതാണ് നമ്മളെ പരാജയം. അപ്പോൾ അവന് 2 ഗുണങ്ങൾ, 1 ടെൻഷനില്ല, 2 പേടിയില്ല. ഈ 2 ഗുണമാണ് ഔലിയാക്കൾക്കുള്ളത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം, പേടിയില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് ടെൻഷനുമില്ല. അപ്പോൾ പേടിയും ടെൻഷനും ഇല്ലാതെ സന്തോഷത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ വലിയാകണം, അല്ലെങ്കിൽ പിരാന്തനാകണം. 2 വഴിയാണുള്ളത്. ഒന്നുകിൽ പിരാന്തനാവുക, അല്ലെങ്കിൽ വലിയാവുക എന്നതാണ്. പിരാന്തനാവാൻ പരിശ്രമിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് വലിയാകാൻ പരിശ്രമിക്കുക. 1ാമത്തെ സ്റ്റെപ്പ് ആഗ്രഹമാണ്. 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഗ്രഹമാണ്. അതുകൊണ്ട് ആഗ്രഹമുണ്ടാക്കാനാണ് ഞാൻ ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ കഥ പറയണത്. ഞാൻ
കരുവാരക്കുണ്ടിനടുത്ത് ജാമിയ ഹസനിയ എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്. നല്ലൊരു കോളേജാണ്, ജാമിയൻ്റെ ജൂനിയർ കോളേജാണ്, നല്ലൊരു കോളേജ്. അലി ഹസൻ മൗലവി എന്ന് പറഞ്ഞൊരാളുടെ നാമധേയത്തിൽ ഉണ്ടാക്കിയതാണ് ആ കോളേജ്. അതുകൊണ്ടാണ് ഹസനിയ എന്ന് പേര് കിട്ടിയത്. അലി ഹസൻ മൗലവിയുടെ ഖബർ ആ പള്ളിയുടെ മുമ്പിലാണ്. നമ്മളെ പട്ടിക്കാട് ജാമിയ നൂരിയയിലെ പ്രിൻസിപ്പളായിരുന്ന KK അബ്ദുൽ ഉസ്താദിൻ്റെയൊക്കെ ഖബർ അതിൻ്റെ അടുത്താണുള്ളത്, ആ പള്ളിയിലാണുള്ളത്. അലി ഹസൻ മൗലവിയുടെ ഖബറുണ്ട് അവിടെ. അപ്പം അങ്ങനെ അവിടെ ഇതേമാതിരി കോളേജിൻ്റെ വാർഷികത്തിന് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അലി ഹസൻ മൗലവിയെ കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അലി ഹസൻ മൗലവി അവിടുത്തേരനല്ല, ഒറിജിനലായിട്ട് മൂപ്പര് പാണ്ടിക്കാട്ടുകാരനാണ്. കന്നിനെ നോക്കാൻ വേണ്ടിയിട്ട് കരുവാരക്കുണ്ടിൽ വന്നിട്ട് താമസാക്കിയതാണ്, കന്നുകളെ നോക്കാൻ. മൗലവിയാണ്, പക്ഷെ കന്നിനെ നോക്കലാണ് പണി. റോഡ് സൈഡിലാണ് മൂപ്പര് കന്നുകളെ നോക്കുക. അപ്പം എന്നും രാവിലെ ഒരു കുറ്റി തറച്ചിട്ട് അതിങ്ങനെ കന്നുകളെ കെട്ടിടും. രാവിലെ കന്നുകളെ കെട്ടയിച്ച് വിടുമ്പോൾ ഓരോ കന്നിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ചെവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, പിന്നെ എല്ലാവരും കൂടി ഞാൻ നോക്കിയാൽ എത്തൂല, അതുകൊണ്ട് ആരാൻ്റെ പറമ്പൊക്കൊന്നും പോകരുത്, റോഡ് സൈഡിലുള്ളത് എന്തെങ്കിലുമൊക്കെ തിന്നളുണ്ടോ എന്ന് ഓരോ മൂരിയുടെയും പയ്യൻ്റെയും പോത്തിൻ്റെയൊക്കെ ആടിൻ്റെയൊക്കെ ചെവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞുങ്ങാണ്ട് അതിനെ കഴിച്ചുവിടും. അങ്ങനെ വൈകുന്നേരം കെട്ടിടുമ്പോഴും പറയത്തരേ, പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാൻ്റെ പറമ്പൊക്കൊന്നും പോകരുത്, എല്ലാവരും ഒന്നും ഇപ്പം എന്നെക്കൊണ്ട് നോക്കിയെത്തൂല എന്നുള്ളത്, പോയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കണത് എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിടും. അലി ഹസൻ മൗലവിയുടെ കന്നുകൾ ആരാൻ്റെ പറമ്പക്ക് കടക്കന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ്. റോഡ് സൈഡിലുള്ളത് മാത്രമേ കഴിക്കുള്ളൂ, ഭക്ഷിക്കുള്ളൂ. ആണ് അലി ഹസൻ മൗലവി. അപ്പോൾ പിന്നെ മഹാനവറുകളുടെ മക്കാമിനോട് ചേർന്നാണ് കോളേജ് ഉള്ളത്. കോളേജിന് എത്രയാണോ ചെലവുള്ളത് അതായിരിക്കും ആ മാസം പെട്ടിയിൽ നിന്ന് കിട്ടുക. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്തിനാ പറയണത്? പൂതി ഉണ്ടാവാൻ. എന്തിനാപ്പം ഞാൻ അതൊക്കെ പറഞ്ഞത്? സ്വാലിഹീങ്ങളെക്കുറിച്ച് പറയണത് അതേമാതിരി ഒന്ന് ആയി കിട്ടിയെങ്കിൽ എന്നൊരാഗ്രഹം ഉണ്ടാകാനാണ്. ആഗ്രഹിച്ചാൽ നേടാം, അതിനാണ്. അലി ഹസൻ മൗലവി അവിടെ വന്നാൽ പള്ളിൻ്റെ നേരെ മുമ്പിൽ ഒരു മില്ലുണ്ട്, മരം മില്ല്. ആ മരം മില്ല് നിൽക്കുന്ന സ്ഥലത്ത് പഴയ കാലത്തൊരു ചായപ്പീടിയായിരുന്നു ഇത്രേ. അവിടെ ഒരു ചായ കച്ചവടക്കാരുണ്ട്. അപ്പോൾ അലി ഹസൻ മൗലവി വന്നാൽ മൂപ്പര് എന്നും ഒരു ചായ ഫ്രീ ആയിട്ട് കൊടുക്കും. ചില സമയത്ത് അലി ഹസൻ മൗലവി വന്നാൽ പറയും, ഇന്ന് 3 ചായ വേണം കൂട്ടുകൂട് പറയും. ഒരേ മാതിരത്തെ 3 ചായ എന്നാ പറയാം, ഒരേ മാതിരി 3 ചായ വേണമെന്ന് പറയും. അങ്ങനെ 3 ചായ കൂട്ടിയിട്ട് ആർക്കപ്പം ഈ ചായ എന്ന് ചോദിക്കും, കൂട്ടുകൂടടാന്ന് പറയും. 3 ചായ കൂട്ടിയിട്ട് ഇങ്ങനെ ടേബിളും ഇങ്ങനെ വെച്ചാൽ അലി ഹസൻ മൗലവി ഒന്നിങ്ങനെ തെക്കോട്ട് നടക്കും കുറച്ചാണ്ട്, പിന്നെ അവിടെ നിന്ന് വന്നുകൊണ്ട് ഒന്നിങ്ങനെ വടക്കോട്ടും നടക്കും കുറച്ച്. ഈ 2 നടത്തും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഒരു ഭാഗത്തുനിന്ന് സുലൈമാൻ മൗലവി വരും, ഒരു ഭാഗത്തുനിന്ന് വീരാനലി പാപ്പിയും വരും. അങ്ങനെയാണ്. സുലൈമാൻ മൗലവി പറഞ്ഞാൽ കോഴിക്കോട് മാങ്കാവ് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുലൈമാൻ മൗലവി. സുലൈമാൻ മൗലവി ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വരും, അമ്പംകുന്ന് വീരാനലി പാപ്പ വേറെ ഭാഗത്തുനിന്നും വരും. അങ്ങനെ 3 ആളും കൂടിയും ചായ കുടിക്കും. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ്. വീരാനലി പാപ്പാൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വർത്തമാനം കുറവാണ്, സംസാരം വളരെ കുറവായിരിക്കും, പറയുന്നത് ഒരു 1.5 കനുണ്ടാവും. അങ്ങനെയാണ് വർത്തമാനം. അല്ലാതെ നമ്മളെ മാതിരി പഞ്ചായത്ത് റേഡിയോ തുറന്നുവെച്ച മാതിരി ഒന്നും ഉണ്ടാവില്ല. വർത്തമാനം വളരെ കുറവാണെന്നുള്ളതാണ് വീരാനലി പാപ്പാൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മഹാനവറുകളുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത, അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ പിരിവ് വിട്ടുപോയല്ലോ പഠിച്ചോനെ അല്ലേ, അത് പിന്നെ അത് അവസാനമായാലും മതി, എന്നാൽ കുറച്ചെണ്ണം കഴിഞ്ഞോട്ടെ, ഏതായാലും ആയിക്കോട്ടെ. അള്ളാഹുവിന് ആഫിയയിൽ വരട്ടെ. ഒരു യാനബി എല്ലാവരും ചൊല്ലി, യാനബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. ഒരു വരിയും കൂടി ചെല്ലട്ടോ. അറിയണവർ ചെല്ലുക, അല്ലാത്തൊരു മൂളുക, അങ്ങനെ പരിപാടി ഉണ്ട്. അതൊക്കെ ഇവിടെയൊക്കെ നടക്കുകയുള്ളൂ. അറിയണ ആൾക്കാർ ചെല്ലുക, അല്ലാത്തൊരു ഒപ്പം മൂളിയാൽ മതി. വഅതാകൽ ഔദു യബ്കി വതദല്ലൽ ബൈന
يديك واستجارك يا حبيبي عندك الظبي نافور يا نبي سلام عليكم. صلوات الله عليكم. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ്.